Question number 21. Numerical value type question ആണ്. Question എടുത്തിരിക്കുന്നത് ഇലക്ട്രോകെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് ആണ് ടോപ്പിക്. Electricity is passed through an acidic solution of copper 2+ till all the copper 2+ was exhausted, leading to the deposition of 300 milligram of copper metal. However, a current of 600 milliampere was continued to pass through the same solution for another 28 minutes by keeping the total volume of the solution fixed at 200 milliliter. The total volume of oxygen evolved at STP during the entire processes. അപ്പോൾ രണ്ട് സ്റ്റെപ്പുകളിലായിട്ട് നമ്മൾ ഓക്സിജനെ ഇവോൾവ് ചെയ്യുന്നുണ്ട്. ആദ്യം കോപ്പർ കംപ്ലീറ്റ് ആയിട്ടും റിമൂവ്ഡ് ആകുന്നവരെ ഡെപ്പോസിറ്റഡ് ആകുന്നത് വരെ നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നുണ്ട്. ആ സമയത്തും ഓക്സിജൻ ഇവോൾവ് ആകുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നെക്സ്റ്റ് 28 മിനിറ്റ്സിലും സംഭവിക്കുന്നുണ്ട്. അപ്പൊ രണ്ട് സ്റ്റേജിലായിട്ടാണ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സ്റ്റേജിലും കൂടി ആകെ മൊത്തം എത്ര വോളിയം ഓക്സിജൻ ആണ് ഇവോൾവ് ചെയ്തെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ആദ്യത്തെ സ്റ്റേജിൽ എത്ര വോളിയം, എത്ര ഓക്സിജൻ ഇവോൾവ് ആയി, രണ്ടാമത്തെ സ്റ്റേജിൽ എത്രയായി, എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യത്തെ കേസിൽ ഫാരഡേയുടെ സെക്കൻഡ് ലോ ഉപയോഗിച്ചാൽ മതി. നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? ഇക്വാലൻസ് ഓഫ് കോപ്പർ ഈസ് ഈക്വൽ ടു ഇക്വാലൻസ് ഓഫ് ഓക്സിജൻ. എത്ര ഇക്വാലന്റ് കോപ്പർ ആണോ ഡെപ്പോസിറ്റ് ആകുന്ന അത്രയും ഇക്വാലന്റ് ഓക്സിജൻ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇവോൾവ് ആയിട്ടുണ്ടാവും. ഇക്വാലൻസ് ഓഫ് കോപ്പർ എങ്ങനെ നമ്മൾ കാണുക? മാസ് തന്നിട്ടുണ്ട്, 300 milligram ആണ്. സോ ഗിവൺ മാസ് 300 into 10⁻³ ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് കോപ്പർ 63.54. ചോദ്യത്തിൽ ഉണ്ടല്ലോ അല്ലെ? ഉണ്ട്. ഇൻറ്റു ഇറ്റ്സ് n factor 2 is equal to equivalence of oxygen, number of moles of oxygen into n factor is 4. n factor 4 അല്ലേ? യെസ്. ഇവിടെ 2 അല്ലേ? ആ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സമയം കൊണ്ട് ഇവോൾവ് ചെയ്യുന്ന ഓക്സിജന്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടും. ആൻഡ് therefore number of moles of oxygen evolved is equal to 2.36 into 10⁻³ എന്ന് കിട്ടും. ഇവിടെ ഇത്രയും മോൾസ് ഓഫ് ഓക്സിജൻ ആണ് ഈ ഒരു സമയം കൊണ്ട്, അതായത് കോപ്പർ ഡെപ്പോസിറ്റ് ആവുന്ന അത്രയും സമയം കൊണ്ട് ഇവോൾവ് ആയത്. റെഡിയാണല്ലോ? ആണ്. ഇനി അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 28 minutes, another 28 minutes 600 milliampere ഓഫ് കറണ്ട് പിന്നെയും നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് എത്ര മോൾ ഓക്സിജൻ ഇവോൾവ് ആയിട്ടുണ്ടാവും? നമ്പർ ഓഫ് ഇക്വാലൻസ് ഓഫ് ഓക്സിജൻ, നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ ഇൻറ്റു n factor of oxygen 4. നമ്പർ ഓഫ് ഇക്വാലൻസ് ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I ഇൻറ്റു ആംപിയർ. 600/milliampere ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിനെ ആംപിയറിലേക്ക് മാറ്റണമെങ്കിൽ ഡിവൈഡഡ് ബൈ 1000 വേണം. ഇൻറ്റു ടൈം 28 into മിനിറ്റ്സിലാണ്, സെക്കൻഡിലേക്ക് മാറ്റാൻ ഇൻറ്റു 60 വേണം. ഡിവൈഡഡ് ബൈ ഫാരഡേസ് കോൺസ്റ്റന്റ് 96,500. അപ്പൊ ക്യാൻസൽ ചെയ്ത് കളയാവുന്ന എല്ലാവരെയും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. ഈ രണ്ട് സീറോകളും ക്യാൻസൽ ആകുന്നു. ഈ ഒരു സീറോയും ക്യാൻസൽ ആകുന്നു. റെഡി അല്ലേ? അവിടെ നിന്ന് നമ്പർ ഓഫ് മോൾസ് ഓഫ് O2 ഈസ് ഈക്വൽ ടു 6 into 28 into 6 ഡിവൈഡഡ് ബൈ 100 into 965 into 4. ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 2.611 into 10⁻³ മോൾസ് എന്ന ആൻസർ കിട്ടും. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ ഇവോൾവ് ചെയ്യുന്ന ഓക്സിജന്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടി, രണ്ടാമത്തെ സ്റ്റേജിൽ ഇവോൾവ് ചെയ്യുന്ന ഓക്സിജന്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടി. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ എത്രയാ? ടോട്ടൽ മോൾസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് 2.36 into രണ്ടിലും 10⁻³ അല്ലേ? പ്ലസ് 2.611 into 10⁻³ മോൾസ്. ഇത്രയും ഓക്സിജൻ ആണ് ഇവോൾവ് ചെയ്തേ. നമ്മളോട് ചോദിച്ചതിന്റെ വോളിയം അല്ലേ? ഒരു മോൾ ഗ്യാസിന്റെ വോളിയം STPയിൽ 22,400 milliliter ആണ്. അപ്പൊ ഇത്രയും മോളിന്റെ എത്രയായിരിക്കണം? 2.36 പ്ലസ് 2.611 into 10⁻³ into 22,400 എന്ന് കിട്ടും. റെഡിയാണല്ലോ? ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 111.35 milliliter എന്നായിരിക്കും ഫൈനൽ ആൻസർ കിട്ടുക. ആൻഡ് ഫോർ ദ റൈറ്റ് ആൻസർ ഇസ് 111.35. ന്യൂമറിക്കൽ വാല്യൂ ടൈപ്പ് ചോദ്യമല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? റൗണ്ട് ഓഫ് ചെയ്യണം. റൗണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 111 milliliter എന്ന് കിട്ടും. തൊട്ടടുത്ത ഇൻഡിജറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 111 milliliter എന്ന് കിട്ടും. 111 milliliter. ഓക്കെ. അപ്പൊ ഫാരഡേസ് ലോ ഉപയോഗിച്ചുകൊണ്ടുള്ള, എസ്പെഷ്യലി ഫാരഡേയുടെ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും നമുക്ക് ഉപയോഗിക്കേണ്ടി വരും മിക്കവാറും. ഓക്കെ.